ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാനൊരു ട്രിപ്പ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഇപ്പോൾ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂർത്തി കൊടുത്തിട്ട് ഇനി നമുക്ക് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുക ഷെൽഫിലില്ല കേട്ടോ. ഷെൽഫിൽ നിന്നൊക്കെ ഞാൻ ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. സോ ഞാൻ അങ്ങനെ ബാഗിൽ നിന്ന് എടുത്തിട്ട് പെട്ടി ബാഗാണ് കണ്ടില്ലേ, ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഞാൻ സൺസ്ക്രീമൊക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ മറ്റേ ഗ്ലൂട്ടാഹൈ ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ജസ്റ്റ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പിന്നെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മളെ കണ്ണ് ഞാൻ അടിയിൽ ആദ്യം കൺമിഷ് ചെയ്യുന്നത് നമ്മളെ ഡാസ്ലറിൻ്റെ കാജൽ അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിൽ എല്ലാവരും കൂടി എഴുതണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കൂടി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹുദ ബ്യൂട്ടീൻ്റെ ലിപ് ബാം ആയിരുന്നു കേട്ടോ. നല്ലതാണ്, ഒക്കെ നല്ല പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ അനിയൻ വന്നൊരു തുള്ളിച്ചാട്ടുണ്ട്. അവൻ്റെ തുള്ളിച്ചട്ടം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് മൂടി ചീകിയിട്ട് പിന്നെ ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട്, ഞാൻ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ ഇടാറില്ല, വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു കമ്മലാണ് ഇട്ടുള്ളത്, ചെറിയൊരു മുത്തി തൂങ്ങി കിടക്കുന്ന ആ കമ്മലില്ലേ, അത് ചെറുതായിട്ടോ ഞാൻ വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ ബാൻഡൊക്കെ വെച്ച് ഞാൻ സെറ്റായി. അതിനിടയ്ക്ക് എൻ്റെ അനിയൻ്റെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഐസ്ക്രീമും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അവൻ്റെ മുടി കണ്ടില്ലേ, കാട് പോലെ വളർന്നുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ പോയിട്ട് മുടി വെട്ടിയത് ഐസ്ക്രീം മേടിച്ചെടുത്തിട്ടാട്ടോ. അപ്പോൾ വലിയ കടയൊന്നും തുറക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ ബോളിൻ്റെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവനും വന്നിട്ട് എന്നോട് ചോദിച്ച് അവസാനം എൻ്റെ പകുതി അവൻ തന്നെ അകത്താക്കി. അതാണ് ഞാൻ തിന്നത് നിങ്ങൾ കാണാത്തത്. ഇതിൽ അടിയും ചീത്തയൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾ. അങ്ങനെ അതേ പുറത്തോട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇത് പോകുന്ന വഴിയിട്ട് വിഷ്വൽസ് ആണ് ഇട്ടത്. അങ്ങനെ ഞാനൊരു ചോക്ലേറ്റ് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സിൽക്ക് ബബ്ലിയുടെ. അത് ഞാനൊരു ഗനാച്ചി എന്ന് പറഞ്ഞ ഫ്ലേവറിനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രൂട്ട് ആൻഡ് നട്ട് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. ഞങ്ങൾ മമ്മിയും പപ്പി ഒരു കടയിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നെടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ എന്താ പറയുക ഇങ്ങനെയല്ല നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് കഴിക്കട്ടോ. ക്യാമറ ഇപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കായിരുന്നു കേട്ടോ, മടിയിലൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ്, നല്ല ടേസ്റ്റുള്ളത്. എൻ്റെ ഫേവറേറ്റാണ് ഹേസൽനട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട് ആൻഡ് നട്ടിന് ഭയങ്കര എനിക്കിഷ്ടം കേട്ടോ. നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റേ ചോക്ലേറ്റ് തന്നെ ആദ്യത്തെ ബൈറ്റിൽ തന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിരുന്നു. പിന്നെ കഴിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഡയറി മിൽക്കിൻ്റെയും അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ അതിൻ്റെ കവറായിട്ട് വരുന്ന എനിക്ക് കവറും കാര്യങ്ങളൊക്കെ എടുത്തേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. മീൻസ് അതിൻ്റെ പേപ്പർ ഞാൻ കാണിച്ചു തരാം. ആ സിൽക്ക് എസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ പേപ്പറില്ലേ, ഇത് അതൊക്കെ എടുത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേ ഞങ്ങൾ ക്യാൻഡീസൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതേ വേഗം കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അത് ഞങ്ങൾ നിർത്തിയിട്ട സ്ഥലത്തുള്ള വിഷ്വലാണ് ഈ കാണുന്നതായിട്ട്. കണ്ടോ, ഞങ്ങൾ കഴിച്ച് പെട്ടെന്ന് തീർന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരും, സമയമൊന്നും നോക്കില്ല, പെട്ടെന്ന് തീർക്കും. ഞാനാണെങ്കിൽ വലിയ ബൈറ്റ്സാണ് എടുക്കുന്നത്. അനിയനാണെങ്കിൽ അതിലും വലുത് എങ്ങനെ കടിക്കാൻ പറ്റും നോക്കിയിരിക്കുന്നത്. എൻ്റെ വായിൽ കൊള്ളുന്നത് ഞാനെടുക്കും, അവൻ്റെ വായിൽ കൊള്ളുന്നതും അവൻ്റെ വായിൽ കൊള്ളാത്തതും അവരെടുക്കും. അതങ്ങനെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ ഞങ്ങൾ ഫാൻസിയിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസ് മേടിക്കാമെന്ന് വിചാരിച്ചു. മീൻസ് പാദസരം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അവൻ നമ്മുടെ ഈ 5 രൂപയ്ക്ക് കിട്ടുന്ന പൈസയുടെ കെട്ടില്ലേ, അതൊക്കെ വേണമെന്നൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കീ ചെയിൻസ് ഒക്കെ, നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ്, ബാഗ്സ്, അതുപോലെ ഡോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിതേ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ ഹെയറിൽ ആ ഒരു തൂങ്ങി കിടക്കുന്ന ഒരാളെ കണ്ടോ. അത് ഞാൻ മുടി കെട്ടിപ്പോയേ അങ്ങനെയായിരുന്നു, മുടി കെട്ടി കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള CPC പോലീസ് ക്യാൻറ്റീനിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. കണ്ടോ, ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ ബാഗൊക്കെ മീൻസ് ഹാൻഡ് ബാഗ് ഞാനിട്ട ഡ്രസ്സിലോടെ നല്ല മാച്ചിങ് ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ വെറുതെ ഒന്നുമില്ല ആ ബാഗിനകത്ത്, അതൊക്കെ എടുത്ത് പോയപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ബാഗൊന്നും മീൻസ് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ വീട്ടിലേക്കും അതുപോലെ ഞങ്ങൾക്ക് കഴിക്കാനും പിന്നെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ചോദിച്ചു. ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കാട്ടോ പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു
ബിരിയാണിയുടെ ഒരു പോട്ട്, ബിരിയാണി പോട്ട്, അങ്ങനെ ഒരു പോട്ടാണ് ഞങ്ങൾ, കുക്കിംഗ് പോട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇതേ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ബുക്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേ. ഇതേ ഞങ്ങൾ ബുക്സ്, ഇതാണ് ഞങ്ങൾ ബുക്സ്. ഞങ്ങൾ എനിക്കും അവനും വേണ്ട ബുക്സൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് കഴിക്കാനുള്ളതും, പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് എന്താ പറയുക ടിഷ്യൂ അങ്ങനത്തെ സംഭവങ്ങളും, പിന്നെ അങ്ങനെ പിന്നെ മോയ്സ്ചറൈസിങ് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാവേ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗുലാബ് ജാമ്, ചോക്കോസ്, അങ്ങനെ ഒരുപാട് തിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗുലാബ് ജാമ് മടിയിൽ ഫോൺ വെച്ചിട്ട് പൊട്ടിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലങ്ങും വിലങ്ങും പിടിച്ചും തിരിച്ചിട്ടും ഈ ഒരു പോട്ട് പൊട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഈ ഒരു കുപ്പി. അവസാനം എന്താ മമ്മ പൊട്ടിച്ച് തന്നു. ഞാൻ പൊട്ടിച്ചതുപോലെ വീഡിയോ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുന്നത് എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക എന്നും വിചാരിച്ചിട്ട് ഇതേ കണ്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് മമ്മ പിടിച്ചു തന്നു. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് വീഡിയോ എടുത്തു കേട്ടോ. കണ്ടോ, ആ എടുക്കുമ്പോൾ തന്നെ എങ്ങനെ കൊതിയാവൂലേ ആ തീരിങ്ങനെ ഒലിക്കുമ്പം. അയ്യോ, എന്തോ ഒരു ടേസ്റ്റ് ആവും കാണാനല്ല, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഞാനത് അതിൻ്റെ അടപ്പിലോട്ട് ഇട്ടിട്ട് ഞാൻ അപ്പൂന് കൊടുത്തു കേട്ടോ. അവനൊരു ബൈറ്റ് അടിച്ചു. ഞാൻ ചെറിയ കടിയാണ് കഴിച്ചത്. പക്ഷെ ഞാനൊരു ബോൾ മൊത്തമായിട്ട് ഞാൻ എൻ്റെ വായിലോട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തേനൊക്കെ ഇമ്പ് പിടിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ചോക്കോസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. ചോക്കോസ് 2-3-4 പാക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ഒരു ചോക്കോസിൻ്റെ പാക്കറ്റ് എടുത്തു. പക്ഷെ ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചോക്കോസിൻ്റെ ആ ഒരു എന്താ പറയുക കവർ പൊട്ടിക്കാനും പറ്റുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ മടിയിൽ ഒരു ബോക്സ് വെച്ചിട്ട്, ഞാൻ നിങ്ങൾക്ക് ആ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട ബോക്സിൽ കാണിച്ചു തന്നില്ലേ, ആ ബോക്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതേ ചോക്കോസൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊട്ടിക്കാൻ കിട്ടില്ല. ഞാൻ വലിച്ചിട്ട് കിട്ടുന്നില്ല. പടം വലിക്കുന്ന മാതിരിയായിരുന്നു കേട്ടോ. ഇതേ കണ്ടോ, അവസാനം എങ്ങനെയൊക്കെയോ പൊട്ടിച്ചെടുത്തു. ആ സീനൊന്നും നിങ്ങൾ കണ്ടു നോക്കിയേ. ഇതൊക്കെയാണ് എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ പൊട്ടിച്ചെടുത്ത്. ഇതേ കണ്ടോ, ഈ കവറിന് എന്താണെന്നല്ല കുറച്ച് കട്ടി കൂടുതലാണ്. അതേ നമ്മുടെ ചോക്കോസ് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. ഞാനത് ഞാൻ ആ പിട്ടി കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, എവിടെ നിന്നാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്? ഇതാണ് ഞാൻ മേടിച്ചു തന്നത്, മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ. ഇതേ ഞാൻ ആ പെട്ടിയിൽ വെച്ചതാണ് ഈ കാണുന്നത്. എല്ലാ സാധനങ്ങളും ഞാൻ വാരി വലിച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും കഴിക്കുന്നത് തുടരാം, അത് നിർത്തണ്ട. പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫോൺ അങ്ങനെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചാടൂലേ. അങ്ങനെ ഞങ്ങളിത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ച് ഞങ്ങൾ കാറ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോവാണ്. സോ കണ്ടിട്ട് വരും ബാക്കി. അതേ കണ്ടോ, ഇവിടെ വേറെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, മീൻസ് ഫുഡ് കഴിക്കുന്ന ക്യാൻറ്റീൻ ഉണ്ട്, മെസ്സ് പോലെയുള്ള. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഉണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതും കൂടി ഉണ്ടേ. ഇതുണ്ടോ, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് റോഡ്, പ്രൊട്ടക്റ്റഡ് റോഡ്. അങ്ങനെ ഞാൻ അതും കഴിക്കുകയാണ്. ഇതും കഴിക്കുകയാണ്, ഒരുമിച്ച് കഴിക്കാൻ. തൽക്കാലത്തിന് ഇപ്പോൾ ചോക്കോസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ അത് ഞാൻ കണ്ണൂരിലോട്ട് പോകുന്ന ബോർഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങാനും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ അതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത്. കണ്ടു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സാധനം കഴിക്കാം. ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ പൊട്ടിച്ചൊക്കെ എടുത്ത്, ഇത് പൊട്ടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് ആ ചോക്കോസിൻ്റെ കവർ പൊട്ടിച്ച് എനിക്കിതൊക്കെ എന്തെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ആദ്യം ഞാനൊരു ബൈറ്റ് കടിച്ചു. നല്ല മീൻസ് ഹാർഡായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ നിങ്ങൾക്ക് റോഡും യാത്ര ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെടുത്തത്. മൊത്തം ഇരുന്ന് കണ്ടോളൂ. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഫുള്ളല്ല പകുതിയായിരിക്കും. ഫുള്ളുണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. സോ പകുതിയും ഇതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് CPസിലോട്ട് പോകുന്നത് കുറച്ച് വേറെ റൂട്ടിനായിരുന്നു. കോഴിക്കോട് വന്നിട്ട് വേറൊരു റൂട്ടിനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഈ നാഷണൽ ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതെന്തോ അവിടെ പണിത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ, ഇനി നിങ്ങൾ യാത്ര, അതായത് ഈ ഫോണിലൂടെ യാത്ര, നിങ്ങൾക്ക് ഇനി റോഡും കാര്യങ്ങളും മൊത്തം കാണാം. ഞാൻ നിർത്തുന്നത് വരെയുള്ള സ്ഥലങ്ങൾ മൊത്തം നിങ്ങൾക്ക് കാണാം. നോക്കി, ഫുള്ളും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലോട്ട് കയറിയിട്ടില്ല, മീൻസ് സൈഡിലായിട്ടുള്ള
ബീച്ച് സൈഡിലായിട്ടുള്ളൊരു റോഡായിരുന്നു കേട്ടോ ഇത്. മീൻസ് നാഷണൽ ഹൈവേ തന്നെ ഉള്ള റോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൂവന്നെ അത് നിങ്ങൾ കാണുക തന്നെ. അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമുക്ക് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോണിൽ പിന്നെ എന്നത്തേക്കാട്ടിലും കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. കേൾക്കണില്ലേ? ഞങ്ങൾ പിന്നെ പതുക്കെയായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. ഇത് നോക്കിയേ, മേലെ ബോർഡൊക്കെ ഉണ്ട്, കണ്ണൂർ 90 കിലോമീറ്റർ. എന്നതേ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ബോർഡ് ഇൻസ്ട്രക്ഷൻസൊക്കെ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. നേരത്തെ ഇപ്പോൾ 4 ബോർഡൊക്കെ കാണില്ലേ, ഒരുപാട് ബോർഡൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് ബോർഡൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ബോർഡും അതുപോലെ മീൻസ് സൈഡിലൊക്കെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ബോർഡ് ഉണ്ടാവൂലേ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ലോറി 50 മീൻസ് ആ വേഗത. പിന്നെ കാറ് 65 അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 80 സൈഡിലൊക്കെ കുറേ നമ്പേഴ്സൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതേ കണ്ടോ? അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റോഡിൻ്റെ കാഴ്ചകളും കണ്ടിട്ട് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിരുന്ന് വാച്ച് ചെയ്യണം. ഇതേപോലെ ഒരുപാട് യാത്രയൊന്നും ഇല്ല കേട്ടോ, എന്നാൽ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും അത് വാച്ച് ചെയ്യണം. ഇത് പാർട്ട് 1 ആണ്, കണ്ണൂർ ട്രിപ്പ് പാർട്ട് 1. ഇനി പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ഉണ്ട്. സോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം. സോ ബൈ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.